ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്നിപ്പോൾ അതിശക്തമായ ആക്രമണം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്ത് നിന്ന് ടെഹ്റാനിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ എണ്ണ ശുദ്ധീകരണശാല, അതുപോലെ തന്നെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ, ഇതൊക്കെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം ഉണ്ടായത്. ഇതിൽ ഇപ്പോൾ ഈ കേൾക്കുന്നത് ഇറാന്റെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പോലും ആക്രമണം നടക്കുന്നു. ഇപ്പോൾ നഥാൻസ്, അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാകെ തകർന്നു. ഇറാനിൽ ഇന്ന് കറുത്ത പുകപടലങ്ങളും മേഘങ്ങളുമാണ് ടെഹ്റാനിൽ ഇന്ന് ദൃശ്യമായതെന്നും ഇന്ന് പെയ്ത മഴയ്ക്ക് ചാരനിറമായിരുന്നു എന്നുമൊക്കെയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു ഇത് ഇപ്പോഴൊന്നും അവസാനിപ്പിക്കാൻ പോകുന്നൊരു യുദ്ധമല്ല. ഇസ്രയേൽ പ്രധാനമന്ത്രി പറയുന്നു ഈ ഇറാനിലെ ജനതയ്ക്ക് വിജയം അടുത്തെത്തിയിരിക്കുന്നു എന്നൊക്കെ. എന്തിനു വേണ്ടി തുടങ്ങിയതാണെന്ന് രാജ്യാന്തര സമൂഹത്തെയോ സ്വന്തം രാജ്യത്തെ ജനങ്ങളെയോ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഒരു ആക്രമണമാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടേതും. ഈ നിലയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നീണ്ടു പോകുന്ന ഒരു യുദ്ധമായിരിക്കുമോ നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരിക? ഗൾഫ് രാജ്യങ്ങൾക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയുമോ അവരാക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിൽ? ശ്രീ ഗോപികൃഷ്ണൻ, എല്ലാ സഭ്യതയുടെ മാന്യതയുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ് യുദ്ധം ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇറാന്റെ കേപ്പബിലിറ്റീസ്, മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് തന്നെയായിരുന്നു ലക്ഷ്യം. ഇപ്പോഴിതാ കഴിഞ്ഞ രാത്രി മുതലുള്ള അറ്റാക്കിൻ്റെ ഒരു പാറ്റേൺ നോക്കുമ്പോൾ ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ, അത് എണ്ണപ്പാടങ്ങളാണ്, എണ്ണ സംഭരണ ശാലകളാണ്, ഓയിൽ റിഫൈനറീസാണ്, അതിലേക്ക് ആക്രമണം വ്യാപിച്ചിരിക്കുന്നു. കാരണം ഇതൊരു ഇക്കണോമിക് ടാർഗറ്റ്സ്, ഇക്കണോമിക് ഇൻസ്റ്റലേഷൻസ്, അതിലേക്ക് വലിയ തോതിൽ ആക്രമണം വ്യാപിക്കുമ്പോൾ ഇറാന്റെ സർവനാശമാണ് ഒരുപക്ഷെ അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്നത്. കേവലം സൈനികമായ കേപ്പബിലിറ്റിയെ ഡെൻറ്റ് ചെയ്യുക എന്ന ആ ഒരു പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്നും കടന്ന് മുന്നോട്ട് പോയി. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിച്ചത്. സർവനാശമായിരിക്കും, നിങ്ങൾ കീഴടങ്ങൂ, അതല്ല എങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടത്തെ നിങ്ങൾ ചുമതല ഏൽപ്പിക്കൂ, ആ ഭരണകൂടവുമായി ഞങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു ഡീലിൽ ഒപ്പുവയ്ക്കാം. അതൊരു ഡീലേ ആവില്ല. പൂർണ്ണമായി കീഴടങ്ങുന്ന ഒരു രാജ്യത്തിൻ്റെ പുതിയ നേതൃത്വവുമായി ഒപ്പുവെക്കുന്നതിന് ഡീലെന്നല്ലല്ലോ പറയുക. അണ്ടർ ഡ്യൂറസ് എത്തിച്ചേരുന്ന ഒരു കരാറും ഒരു ജനത പൂർണ്ണമായി അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അന്ത്യം കാണുന്നത് വരെ, ഇറാന്റെ സർവനാശം കാണുന്നത് വരെ യുദ്ധം എന്ന അമേരിക്കയുടെ നയം ഒരു വശത്ത്, മറുവശത്ത് കീഴടങ്ങാൻ മനസ്സില്ലാത്ത ഇറാന്റെ പോരാട്ട വീര്യം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇറാന്റെ ഭരണകൂടത്തിൻ്റെ മുഖ്യ കണ്ണിയായി നമ്മൾ കാണുന്നത് പ്രസിഡന്റിനെയാണ്, മസൂദ് പെസഷ്കിയാൻ കഴിഞ്ഞ ദിവസം വളരെ ജെന്റിൽമാൻലി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. ഞങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചു, അവിടെ അമേരിക്കൻ താവളങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആക്രമണം നടത്തിയത്, വി ആർ നൗ സോറി, ഇനി ആക്രമണം ഉണ്ടാവില്ല എന്ന പ്രഖ്യാപനം നടത്തി. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് അത് തിരുത്തി പറയേണ്ടി വന്നു. ഇറാനിൽ നമുക്കറിയാമല്ലോ, മസൂദ് പെസഷ്കിയാൻ ഇറാന്റെ പ്രസിഡന്റാണ്. അദ്ദേഹം ഒരു മിതവാദി നേതാവ് കൂടിയാണ്. രണ്ട് പേര് മത്സരിച്ചാണല്ലോ പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. രണ്ടും അയത്തുള്ള അലി ഖമനേയി നിശ്ചയിക്കുന്ന ആളുകളാണ്. അതിൽ തീവ്ര നിലപാടുള്ള വ്യക്തിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഒരു മിതവാദി നേതൃത്വം വന്നത്. ആ ഒരു സ്വതസിദ്ധമായ ഒരു മിതവാദി ലക്ഷണത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞു വെച്ചത്. പക്ഷേ റിപ്പബ്ലിക്കൻ ഗാർഡ് കോപ്സ് ഒരു രീതിയിലും അത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഗാർഡിയൻ കൗൺസിൽ അംഗീകരിക്കാൻ തയ്യാറല്ല. മതനേതൃത്വം, ഇപ്പോൾ അവശേഷിക്കുന്ന മതനേതൃത്വം ആ ഒരു വിട്ടുവീഴ്ചപരമായ നിലപാട് അംഗീകരിക്കാൻ തയ്യാറല്ല. അത് ഇറാൻ എന്ന ജനതയുടെ ആത്മവിശ്വാസത്തെ, ഇറാൻ കീഴടങ്ങുന്നതിൻ്റെ സൂചനയായി ഡൊണാൾഡ് ട്രംപ് അത് ആഘോഷിക്കുക കൂടി ചെയ്തപ്പോൾ ഇറാൻ മാറി ചിന്തിച്ചു. അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രിയിൽ വലിയ തോതിലുള്ള അറ്റാക്ക് GCC രാജ്യങ്ങൾക്ക് നേരെ, ജിദ്ദയിലേക്ക് ആക്രമണം ഉണ്ടായി, റിയാദിലേക്ക്. യഥാർത്ഥത്തിൽ ഡോക്ടർ മോഹൻ വർഗീസ്, ഞാൻ ഇതിനിടയിൽ താങ്കൾ ഈ പറഞ്ഞ ഇത്രയും കാര്യത്തിൽ ഞാൻ ഒരു സംശയം താങ്കളുടെ മുന്നിൽ വെക്കുകയാണ്. അതായത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് പെസഷ്കിയാൻ ഇന്നലെ പറഞ്ഞ ഒരു നിലപാടിൽ നിന്ന് അദ്ദേഹം യഥാർത്ഥത്തിൽ മാറിപ്പോയതാണോ, അതോ ഇറാന്റെ ഭരണ നേതൃത്വത്തിൽ ഇപ്പോഴും ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയാണോ? അതായത് താങ്കൾ പറഞ്ഞതുപോലെ മസൂദ് പെസഷ്കിയാനെ പോലെ ഒരു മിതവാദി നേതാവും അതിനപ്പുറത്ത് തീവ്ര നിലപാടുകളുള്ളവരും തമ്മിലുള്ള ഒരു അഭിപ്രായ ഭിന്നത ഈ യുദ്ധത്തോട് അല്ലെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണത്തോടുള്ള പ്രതികരണം എങ്ങനെ വേണം, അത് ഏത് രീതിയിൽ വേണം എന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുന്നതിന് തടസ്സമാകുന്നുണ്ടോ? ഇന്നിപ്പോൾ പെസഷ്കിയാൻ തന്നെ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു എന്നാണ്. അത് കേവലം ന്യായീകരണങ്ങൾ മാത്രമാണ് ശ്രീ ഗോപികൃഷ്ണൻ.
പെസഷ്കിയാൻ പറഞ്ഞത് കൃത്യമായി പറഞ്ഞതാണ്, അത് അദ്ദേഹത്തിൻ്റെ കൺവിക്ഷനാണ്. പക്ഷെ നോക്കൂ, 3 പേരടങ്ങുന്ന ഒരു കൗൺസിലാണ് ഇപ്പോൾ ഭാഗധേയം നിർണ്ണയിക്കുന്നത്. ആ 3 പേരിൽ ഒരാൾ ഈ അലി അറാഫി ആണ്. അത് മത നേതൃത്വം ചുമതലപ്പെടുത്തിയ ഒരാളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.